ഞാൻ എന്റെ കൂട്ടുകാരനൊപ്പം കോട്ടയത്ത് ഒരു കല്യാണ സദ്യയിൽ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു കറി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മുമ്പ് എങ്ങും കണ്ടിട്ടില്ലാത്ത നല്ല കളറോട് കൂടിയ ഒരു കറി. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചപ്പോഴാണ് നല്ല വറുത്തരച്ച ഗ്രേവിയിൽ പുളിയോട് കൂടിയ ഉള്ളിത്തീലിനെ കുറിച്ച് അവൻ പറയണത്. നമ്മുടെ ഇവിടെയും കല്യാണ സദ്യയിൽ ഉള്ളിത്തീൽ വിളമ്പാറില്ല. അപ്പൊ നമുക്ക് നേരെ ഉള്ളിത്തീലിലേക്ക് പോവാം. ഓയിലിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാണ്, ഉണക്കമുളക്, അതിനുശേഷം മല്ലി, ജീരകം, പെരിഞ്ജീരകം എല്ലാം നന്നായി മിക്സ് ചെയ്യുക. തേങ്ങയെല്ലാം നമ്മൾ ബ്രൗൺ കളർ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ക്യോക്രോട്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ക്യോക്രോട്സ് ഹോൾ ഗ്രെയിൻസ് കൊണ്ട് ഉണ്ടാക്കിയോണ്ട് നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ക്യോക്രോട്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ തവ ഓഫ് ചെയ്തു. ചൂടാറിയതിനു ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില, ഉണക്കമുളക്, ചെറുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ സമയം ഇതിലേക്ക് അല്പം ഉപ്പും മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോട്ടായതിനു ശേഷം അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തിളച്ചു വന്നു. ഈ സമയത്ത് തേങ്ങയുടെ ഓട്സിന്റെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് ശേഷം അതിലേക്ക് ശർക്കര ഒരൽപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു 15 മിനിറ്റ് ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഫിനിഷിങ്ങിന് നമ്മൾ അല്പം തക്കാളിയും കറിവേപ്പില കൂടി ഗാർണിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്യോക്രോട്സ് കോട്ടയം സ്റ്റൈൽ ഉള്ളിത്തീൽ റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്ത ഡിഷ് ഏത് ജില്ലയിലാണെന്ന് ഗസ് ചെയ്യാമോ? അപ്പൊ അടുത്ത വീണ്ടും കാണാം ക്യോക്കറിനൊപ്പം.